രോഗങ്ങളും ദുരിതങ്ങളും ഒരു കാട്ടുതീ പോലെ നമ്മെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യണം? അടിമത്തം തീരെ മുറിഞ്ഞ മനസ്സിൽ അഗാധമായി പതിച്ച രോദനം ആരും നമ്മളെ രക്ഷിക്കും? ദൈവമേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്. ദൈവമേ, ഞങ്ങളുടെ വിലാപങ്ങൾക്ക് ഉത്തരം നൽകണമേ. ദൈവമേ, അങ്ങ് കേൾക്കുന്നില്ലേ ഈ ജനങ്ങളുടെ വിലാപങ്ങളും രോദനങ്ങളും? കർത്താവിന് വഴിയൊരുക്കുകയും അവന്റെ പാത നേരെയാക്കുകയും താഴ്വരകൾ നിരത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. അപ്പോ നിങ്ങളാണ് ക്രിസ്തു? അതെ, നമുക്ക് തെറ്റിയില്ല. നമ്മുടെ രക്ഷകനെ നാം കണ്ടെത്തിയെന്നോ? ഞാൻ ക്രിസ്തുവല്ല, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം മാത്രമാണ്. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ എന്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. രക്ഷകൻ വരും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്താൻ സാധിക്കും. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. എനിക്ക് ശുദ്ധി കൈവന്നു. യേശുവേ, എന്റെ കുഷ്ഠരോഗ ഭേദമായി. യേശുവേ, നീയാണ് രക്ഷകൻ. കുഷ്ഠരോഗിക്ക് രോഗശാന്തി കൈവന്നത്. അതെ, അനേകം അത്ഭുതങ്ങൾ. മുടന്തൻ നടക്കുന്നു, അന്ധന് കാഴ്ച ലഭിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നു.
നമ്മുടെ മോചനം ഇതാ ഇപ്പോൾ നമ്മുടെ അരികിൽ. നമ്മുടെ അരച്ചവന് ദൈവം മറുപടി നൽകിയിരിക്കുന്നു. എന്താണ് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ അങ്ങ് എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? നിങ്ങൾ കാണുന്നില്ലേ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ കാണുന്നു, നമ്മുടെ ഈശോയും ശിഷ്യരും ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നു. അതിന് എന്താണ് കുഴപ്പം? അങ്ങ് അസ്വസ്ഥനാക്കേണ്ട, നമുക്കും അദ്ദേഹത്തെ പോലെ പ്രാർത്ഥിക്കാം. ഞാൻ വളരെ അസ്വസ്ഥനാണ്. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെയാണ് ക്രിസ്തു. അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയി കൊടുക്കുക. ഗുരു സ്വസ്തി. യുദാസേ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? പറയൂ രാജ്ഞി, നിങ്ങൾ എന്തിനാണ് ആളയച്ചെന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങയെ കാണണമെന്ന് പറഞ്ഞത് ഈശോ എന്ന ആളെ മഹാപുരോഹിതരും പ്രമാണികളും ഫരിസേയരും ഇവിടെ എത്തിച്ചെന്ന് കേട്ടു. ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹത്തെ പ്രതി ഞാൻ സ്വപ്നത്തിൽ വളരെയധികം പീഡ അനുഭവിച്ചു. അധികാരവും പദവിയും സംരക്ഷിക്കാൻ എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേൾക്കുന്നില്ലേ അവരുടെ ആക്രോശം? യേശുവിനെ ക്രൂശിക്കണമെന്ന്. അവരുടെ അസൂയ നിമിത്തമാണ് അവർ ഇതിന് മുറവിളി കൂട്ടുന്നത്. ഒരു നീതിമാനായ മനുഷ്യനെ വധശിക്ഷ കൊടുക്കാൻ എനിക്കും മടിയുണ്ട്. പക്ഷേ എൻ്റെ അധികാരം, ഞാൻ അവരെ ഭയപ്പെടേണ്ടതുണ്ട്. ഒരു ലഹള ഉണ്ടാക്കാൻ അവർ മുറവിളി കൂട്ടുന്നു. ഞാൻ ഈ മനുഷ്യനെ കുറ്റമൊന്നും കാണുന്നില്ല. ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചിട്ട് ഞാൻ ഇയാളെ വിട്ടയക്കും. ഇയാൾ ഞങ്ങളെ വഴിതെറ്റിക്കുന്നു, സ്വയം മിശിഹായാണെന്ന് പറയുന്നു, സീസറിന് നികുതി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു, ദേവാലയം നശിപ്പിച്ചിട്ട് പുനഃസ്ഥാപിക്കും എന്നും പറയുന്നു, സ്വയം രാജാവാകാൻ ശ്രമിക്കുന്നു. ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുക.
പറ്റിയവർ മോചിതർ, നീതിമാന്മാർക്ക് വധശിക്ഷ. കൊള്ളാം. എന്താണ് എന്ന് എനിക്ക് മോചനം കിട്ടിയിരിക്കുന്നു. എനിക്ക് മോചനം കിട്ടിയിരിക്കുന്നു. എന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ഞാൻ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പാപിയാണ്. ഒറ്റിക്കൊടുത്തവന്റെ മുറിവുകൾ ആത്മാവിൽ ഏറ്റുമുറിവുകളാണ്. ഒറ്റിക്കൊടുത്തവൻ എന്ന പേരിൽ യൂദാസ് എന്ന നാമം എന്നും ഓർമ്മിക്കപ്പെടും. എനിക്ക് മാപ്പില്ല. മരണം, എനിക്ക് മരണം. കണ്ടില്ലേ, നമ്മൾ ഭയപ്പെട്ടത് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ചതിയനായ യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. യൂദാസ് തന്റെ തെറ്റോട് തൂങ്ങി മരിച്ചു. പക്ഷേ ആ മരണം എന്തിനെങ്കിലും പരിഹാരമാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ രക്ഷകൻ, നമ്മുടെ ക്രിസ്തു ക്രൂശിലേറി മരിക്കപ്പെട്ടു. നമ്മുടെ പാപപരിഹാരത്തിനായി അവിടെ നിന്ന് വധിക്കപ്പെട്ടു. They heard the final breath. The sky turned red and hope fell into silence. The weight of നമ്മൾ കാണുന്നു ഈശോയുടെ മുറിവിലെ തിരുരക്തം. നമ്മൾ കാണുന്നു ഈശോയുടെ അവസാന ശ്വാസം. മനുഷ്യന്റെ പാപപരിഹാരത്തിനായി ദൈവത്തിന്റെ കുഞ്ഞാണ് കാൽവരി കാലിരുമ്പിന്റെ ആണികളാൽ കുരിശിൽ തറയ്ക്കപ്പെട്ടു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം കൊണ്ട് അടയാളം നൽകി. ഒരു മനുഷ്യായുസ്സ് അനുഭവിക്കാൻ കഴിയാത്തത്ര പീഡനങ്ങൾ നമ്മുടെ പാപപരിഹാരത്തിനായി മനുഷ്യപുത്രൻ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ നൽകി ലോകത്തെ രക്ഷിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് നന്ദി. നമ്മൾ അറിയുന്നു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന്. നമ്മുടെ രക്ഷകനായി, നമ്മുടെ നാഥനായി, നമ്മുടെ വെളിച്ചമായി. അതെ, നമ്മുടെ വെളിച്ചം അകലെയല്ല, നമ്മോട് കൂടെയാണ്. അതെ, നമ്മുടെ വെളിച്ചം അകലെയല്ല, നമ്മോട് കൂടെയാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. യോഹന്നാൻ 8:12.